നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇത് 38 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ 48 ഉദയവും 47 അസ്തമയവും എന്ന നോവലിനെക്കുറിച്ച് പ്രശസ്ത അഭിഭാഷകനും ഗവൺമെൻറ് തലത്തിലുമൊക്കെ വിവിധ മേഖലകളിൽ പ്രവർത്തന പരിചയമുള്ള ശ്രീ ജനാർദ്ദനൻ പിള്ളൈ എന്ന വ്യക്തി ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ 48 ഉദയവും 47 അസ്തമയവും എന്ന നോവൽ വായിച്ചിട്ട് അതേക്കുറിച്ച് ഒരു ബുക്ക് റിവ്യൂ അദ്ദേഹം എനിക്ക് അയച്ചു തരികയുണ്ടായി. ഇതാണ് ആ നോവൽ, 48 ഉദയവും 47 അസ്തമയവും എന്നുള്ള ഈ നോവൽ. ഇതേക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് കൃഷ്ണശിലയുമായി ബന്ധമൊന്നുമില്ല. പക്ഷേ നൂറ്റാണ്ടുകളോളം, കോടിക്കണക്കിന് വർഷങ്ങളോളം കൽക്കരി മണ്ണിനടിയിൽ കിടന്ന് ഒരുപാട് മർദ്ദങ്ങളൊക്കെ ഏറ്റ് ഒടുവിൽ അത് രത്നങ്ങളൊക്കെയായി മാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതുപോലെ ഈ ഒരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു വലിയ അവാർഡായി കരുതുന്നു. കാരണം ഈ നോവൽ 1987 കാലഘട്ടത്തിലാണ് എഴുതപ്പെടുന്നത്. ഇത് പുസ്തകമായി മാറുന്ന 10 വർഷങ്ങൾക്ക് ശേഷം മൾബറി ബുക്സാണ് ഇത് പ്രസിദ്ധപ്പെടുത്തുന്നത്. ഈ ഒരു നോവലിന് അവതാരികയും ആമുഖവും എഴുതാൻ വേണ്ടി ഞാൻ കണ്ട സാഹിത്യകാരന്മാരെയും സാഹിത്യകാരികളുടെയും ഒരു ലിസ്റ്റ് എടുത്താൽ കുറഞ്ഞത് ഒരു 50 പേര് വരും. അതിൽ പല ഘട്ടങ്ങളിലായി പലർ എഴുതി തന്ന ആമുഖവും അഭിപ്രായവും ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നത്. എത്രയോ വർഷങ്ങൾ, 3-4 വർഷങ്ങളോളം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു സൃഷ്ടി ചെയ്യുന്നത്. കാരണം നമ്മൾ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്ന് കരുതുക. അതിൽ 40 കൊല്ലം അല്ലെങ്കിൽ ഒരു 38 കൊല്ലം നമ്മൾ ഉറങ്ങും. ബാക്കി 42 കൊല്ലമാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ബാല്യവും യൗവനവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുന്നു. നമ്മൾ കാലത്തിലൂടെ കടന്നു പോകുന്നു. ഈ ചെറിയ കാലയളവിൽ നമുക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുക്കാനാവും, എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ ഉടലെടുത്ത ശേഷമാണ് 48 ഉദയവും 47 അസ്തമയവും എന്ന ഈ നോവൽ ഞാൻ എഴുതി പൂർത്തിയാക്കുന്നത്. അതും ശ്രീ എസ് കെ പൊറ്റക്കാട് നോവലും നാടകവും ചേർത്ത് നവോടകം എന്ന രീതിയിലൊരു പുതിയ സൃഷ്ടി ഉണ്ടാക്കിയുണ്ടായി. അതുപോലെ കാലാന്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലോ അല്ലെങ്കിൽ സാഹിത്യ സബരിയയിൽ ഒരു പുതിയ തുടക്കം കുറിച്ചാലോ എന്ന് കരുതി ചെറുകഥയും നോവലും ചേർത്ത് നോവലിനൊരു പുതിയ ഭാഷ്യം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഏകദേശം 10-28 അധ്യായങ്ങൾ, 28 അധ്യായവും വേർതിരിച്ച് വെച്ചാൽ 28 ചെറുകഥകളായി മാറും. അവയെ കൂട്ടി യോജിപ്പിച്ചാൽ ഒരു നോവലായി മാറും. അങ്ങനെ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റാണ് ഞാനിതിൽ ഉദ്ദേശിച്ചത്. അത് എഴുതിയ ശേഷം ഞാൻ പറഞ്ഞുവല്ലോ, ഒരുപാട് എഴുത്തുകാരെ കാണുകയും സംസാരിക്കുകയും ഇതിനെ അവതാരിക എഴുതി തരികയെന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് തന്നെ ഏകദേശം യാത്രാക്കൂലിയും മറ്റുമൊക്കെയായി ഇതിൻ്റെ കോപ്പികൾ തന്നെ ഏകദേശം 500-600 പേജ് വരുന്ന കോപ്പികൾ തന്നെ എടുത്തത് തന്നെ 10-15 സെറ്റാണ്. കളമശ്ശേരിയിൽ പോയി ഡോക്ടർ എം ലീലാവതി ടീച്ചറിനെ കണ്ട്
കൈയെഴുത്ത് പ്രതി കൊടുത്തു. അതിന് അവതാരികയൊന്നും എഴുതി കിട്ടിയില്ല. അതിനുശേഷം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണൻ സാറിനെ പോയി കാണുന്നു. അദ്ദേഹത്തെ കൃതി ഏൽപ്പിക്കുന്നു. കുറേ ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് എനിക്ക് അയച്ചിരുന്നു. പ്രശസ്ത നോവലിസ്റ്റായ സാറാ തോമസിനെ കാണുന്നു. അവരും ഈ നോവലിനെ കുറിച്ച് കുറച്ചെഴുതി തരുന്നു. അതിനുശേഷം പ്രശസ്ത സാഹിത്യകാരനായ പ്രൊഫസർ GN പണിക്കർ സാറിനെ പോയി കാണുന്നു. അദ്ദേഹത്തിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹവും ഇതേക്കുറിച്ചിട്ടൊന്ന് എഴുതി തരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും മറ്റ് നിരവധി അവാർഡുകൾ നേടിയ മലയാളത്തിലെയും തമിഴിലെയും പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ നീലാപത്മനാഭൻ ഇതിനൊരു ആമുഖം എഴുതി തരുന്നു. അങ്ങനെ വർഷങ്ങളുടെ സപര്യ കൊണ്ടാണ് ഈ സൃഷ്ടി പുസ്തകവുമായി രൂപം പ്രാപിക്കുന്നത്. സാമ്പത്തിക ലാഭം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും എഴുത്തിൻ്റെ തലത്തിൽ അറിയപ്പെട്ടു തുടങ്ങി എന്ന് വേണം പറയാൻ. മൾബറി ബുക്സും DC ബുക്സുമായിട്ടുള്ള ബന്ധത്തിനുള്ളിൽ പകുതിയോളം പുസ്തകങ്ങൾ 48 ദൈവവും 47 അസ്തവും എന്ന നോവലും, റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന യാത്രാവിവരണവും, കടപ്പാട് എന്നുള്ള കവിതാ സമാഹാരവും DC ബുക്സ് വഴിയും വിതരണം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഇത് പറയാൻ കാരണം ശ്രീ ജനാർദ്ദൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഈ അടുത്ത കാലത്താണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം എൻ്റെ നമ്പർ തിരക്കി ശ്രീ നീലാപത്മനാഭൻ സാറിനോടും മറ്റു പലരോടും ചോദിക്കേണ്ട ഒടുവിൽ ശ്രീ നീലാപത്മനാഭൻ സാറിൻ്റെ ഒരു പുസ്തക പ്രകാശന വേളയിൽ വെച്ച് നേരിൽ കാണുകയും ഹൃദ്യമായ രീതിയിൽ സംസാരിക്കുകയും പുസ്തകങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും വായനയോടുള്ള ഇഷ്ടവും എല്ലാം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ശ്രീ നീലപത്മനാഭൻ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയാൽ എനിക്കൊന്ന് വായിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ വായിക്കാൻ കൊടുത്തു വന്ന് കണ്ടു. അതിനുശേഷം കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് വാട്സപ്പിലൂടെ അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് വളരെ വിശദമായി ഇംഗ്ലീഷിൽ ഒരു കുറിപ്പ് എനിക്ക് അയക്കുകയുണ്ടായി. ഏകദേശം 38 വർഷത്തിന് ശേഷം ഒരു സൃഷ്ടിയെ ഒരാൾ വിലയിരുത്തുക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ തോന്നലുകളുമെല്ലാം എനിക്ക് എഴുതി അയക്കുന്നു. അത് പല ആവർത്തി വായിച്ചു. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബ്രീഫും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ 38 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടാക്കിയ സന്തോഷം വളരെ വലുതാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് വീക്ഷണത്തിലും അതേപോലെ കലാകൗമുദിയിലും അങ്ങനെ നിരവധി വാരികകളിലും പത്രങ്ങളിലും ഇതേക്കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ വന്നിരുന്നു. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരി ഇത് വായിച്ചിട്ട് ഇത്രയും ഗംഭീരമായ, നിങ്ങൾ തെറ്റായി ധരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കരുതണ്ട ഇതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തെപ്പറ്റി വിലയിരുത്തി അതിൻ്റെ പ്ലസും മൈനസും അല്ലെങ്കിൽ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം പഠിച്ച് അതേക്കുറിച്ച് ഒന്ന് എഴുതുമ്പോൾ, അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം
അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമായി ഞാൻ കാണുന്നു. കാരണം ആ പുസ്തകം വായിക്കാനും ആ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ അനലൈസ് ചെയ്യാനും മറ്റ് യാതൊരുവിധ ബന്ധങ്ങളുമില്ലാതെ സാഹിത്യം എന്ന ഒന്നിൻ്റെ പേരിൽ അദ്ദേഹം എനിക്ക് വേണ്ടി എഴുതി അയച്ചു തന്ന ഒരു ബ്രീഫ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. സാഹിത്യ തൽപരരായ പലർക്കും ഇത് എഴുതുവാനുള്ള ഒരു പ്രചോദനമായി തീരും എന്നാണ് എൻ്റെ വിശ്വാസം. അതിലുപരി നമ്മുടെ വീക്ഷണം, നമ്മുടെ ചിന്താഗതി, നമ്മുടെ അനുഭവങ്ങൾ ഓരോന്നും സ്ഥായിയായിട്ടുള്ളൊരു ഭാവം നമുക്ക് തരും. ശ്രീ സി രാധാകൃഷ്ണൻ സാറിനെ കാണാൻ പോകുന്നതിൻ്റെ അന്ന് ഭയങ്കരമായ മഴയിൽ നനഞ്ഞ് കുളിച്ച് മാറി ഉടുക്കാൻ ഒരു തുണിപോലുമില്ലാതെ ഒരു വീടിൻ്റെ പരിചയമില്ലാത്തൊരു വീടിൻ്റെ മുന്നിൽ നിന്ന് ഷർട്ട് ഉരുപ്പിഴിഞ്ഞ് അത് ഉണക്കി വീണ്ടും ഇട്ട് അവിടുന്ന് നേരെ കളമശ്ശേരിയിൽ പോയി ഡോക്ടർ ലീലാവതി ടീച്ചറിനെ കണ്ട് പുസ്തകത്തിൻ്റെ കൈയെഴുത്ത് പ്രതി കൊടുക്കുമ്പോഴും എല്ലാം തിരിച്ചയച്ചു തരാൻ പാക്കറ്റും സ്റ്റാമ്പും സഹിതം ഒട്ടിച്ചിട്ടാണ് ഇവർക്കെല്ലാം കൊണ്ടുകൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 1.5 വർഷത്തെ സർപ്പയജ്ഞത്തിനൊടുവിൽ എന്ന് വേണം പറയാൻ ഇതിൽ കുറേ പേർ അവതാരിക ആമുഖവും ഒക്കെ എഴുതുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഓർമ്മ കൂടി പറയാം. എന്തെഴുതിയാലും എങ്ങനെ എഴുതിയാലും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും നമുക്കൊരു താങ്ങും തണലുമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു കരയിൽ എത്തിച്ചേരുകയുള്ളൂ. അല്ലെങ്കിൽ കടലിൻ്റെ നടുവിൽ അകപ്പെടുന്ന ഒരു തോണിയിലെ വള്ളക്കാരനായി മാത്രമേ മാറുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു തൊറ്റമ്പാട്ട് പോലെ പറയുകയോ ഒന്നുമല്ല. നമ്മൾ കാണുന്ന ഒരുപാട് പേർ നമ്മളോട് പെരുമാറുന്ന, നല്ല രീതിയിൽ പെരുമാറുന്നതും മോശം രീതിയിൽ പെരുമാറുന്ന മനുഷ്യരിലെ പലരും പല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊരു സൃഷ്ടിയെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം എഴുതിയപ്പോൾ ഇതിൽ ഒരുപാട് ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. അതെല്ലാം വരച്ചത് ശ്രീ മുരളി ടി. ഇപ്പോൾ അദ്ദേഹം മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിലെഴുതിയ അവതാരികകളും ഇതിലെഴുതിയ ആമുഖങ്ങളും നിങ്ങളെ ആദ്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് സാഹിത്യപ്രേമികൾക്കും സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ ഇഷ്ടപ്പെടും എന്നതാണ് എൻ്റെ വിവക്ഷ. അതുകൊണ്ടാണ് സാഹിത്യത്തിൽ മുഴുകുന്നവരും സാഹിത്യ സൃഷ്ടികൾ ചെയ്യുന്നവരും സാഹിത്യത്തെ പ്രണയിക്കുന്നവരും സാഹിത്യത്തെ സ്നേഹിക്കുന്നവരും ഒരു സൃഷ്ടിയെ എത്രയോ വർഷം 38 വർഷത്തിന് ശേഷം ഒരാൾ വിലയിരുത്തി നമ്മോടത് പറയുമ്പോൾ അതൊരു വലിയ അംഗീകാരമായി കാണുന്നു. 1997 മൾബറി ബുക്സ് ഈ നോവൽ പ്രസിദ്ധപ്പെടുത്തുന്നത്. അതിൽ ആദ്യമായി എഴുതുന്നത് ശ്രീ നീല പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ആദ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ മനോവ്യാപാരങ്ങളെ അടുത്തറിയാനുള്ള ആകാംക്ഷയോടുകൂടി തുറന്ന മനസ്സോടെ ഈ കൃതി ശ്രദ്ധിച്ചു വായിച്ചു നോക്കി. നോവൽ അന്ത്യത്തോടടുക്കുമ്പോൾ കേന്ദ്ര കഥാപാത്രം ധർമ്മൻ നീ എരിഞ്ഞു തീരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് സ്വയം വിലയിരുത്തുന്നത്
അർത്ഥവത്തായി തോന്നി. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എന്തൊക്കെയോ എഴുതിക്കൂട്ടി എന്ന് കവി കാഞ്ഞിരൻ പറയുന്ന വാചകശകലങ്ങൾ നമ്മെ പിന്തുടരുന്നു. തൻ്റേതെല്ലാം ബന്ധുക്കൾക്ക് കൊടുത്തിട്ട് ജീവിതത്തിൻ്റെ നല്ലതും ചീത്തതും അപഗ്രഥിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് എങ്ങുമെത്താതെ നടുകടലിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ധർമ്മൻ നമ്മുടെ അനുകമ്പ പിടിച്ചുപറ്റുന്നു. ആദ്യം രാമായണാദി കാവ്യങ്ങൾ പലതവണ വായിച്ചു വശത്താക്കൂ. അതിനുശേഷം എഴുതിയാൽ നിങ്ങളും ഒരു വിശ്വോത്തര സാഹിത്യകാരനാകും എന്ന ഞരമ്പുവാസനെ അർത്ഥഗർഭമായി ധർമ്മൻ ഉപദേശിക്കുന്നത് കൗതുകമുണർത്തി. എനിക്ക് എൻ്റേതായ വീക്ഷണമുണ്ട്. സമാധാനമാണ് ലക്ഷ്യം, സമാധാനമാണ് ഉന്നമനം എന്ന മുഖമുദ്രയുമായി പടവെട്ടി മുന്നോട്ട് പോകുന്ന ശരവൺ മഹേശ്വർക്ക് എൻ്റെ ഭാവുകങ്ങൾ. വിജയദശമി നാളിലാണ് അദ്ദേഹം ഇതെഴുതിയത്. 20/10/1988. അത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയോടുകൂടി തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ പുസ്തകങ്ങളിലും ഈ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പ്രൊഫസർ GN പണിക്കർ സാർ എഴുതിയ അവതാരികയാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വകുപ്പിൽ ഞാൻ ജോലി നോക്കി വന്ന കാലം. പൊടുന്നനെയാണ് ആ ചെറുപ്പക്കാരൻ സ്റ്റാഫ് റൂമിൽ എൻ്റെ സീറ്റിനടുത്തെത്തിയത്. തുറന്ന ചിരി, അതിലേറെ തുറന്ന സംസാരം. തൻ്റെ ഒരു കവിതാ സമാഹാരം ആ ചെറുപ്പക്കാരൻ എന്നെ കാണിച്ചു. ഒപ്പം കവിതകളുടെ മറ്റൊരു സമാഹാരത്തിൻ്റെ കയ്യെഴുത്ത് കോപ്പി എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ പുസ്തകത്തിന് ഞാനൊരു അവതാരിക എഴുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശരവൺ മഹേശ്വർ എന്ന ആ ചെറുപ്പക്കാരൻ പേര് പോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തനാണ്. ശരവൺ മഹേശ്വർ എന്ന് തെളിയിക്കുന്ന കവിതകൾ. ഒരു കാര്യം ഞാൻ ഏറ്റു. കവിതകൾ ഞാൻ വായിക്കാം, അഭിപ്രായം പറയാം. ആ അഭിപ്രായങ്ങൾ കവിക്ക് സ്വീകരിക്കുകയോ ത്യജിക്കുകയോ ചെയ്യാം. പക്ഷെ അവതാരിക എഴുതുക എന്ന സാഹസത്തിൽ നിന്ന് ഇത്തവണ ഒഴിവാക്കണം. ഞാൻ അഭ്യർത്ഥിച്ചു. കവിതകൾ വായിച്ച് അഭിപ്രായം പറഞ്ഞു. ശരവൺ മഹേശ്വരന് അതെല്ലാം ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ നാൾ ആ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല. മറ്റൊരു പുസ്തകത്തിൻ്റെ അച്ചടിച്ച കോപ്പിയുമായി തപാൽ ശിപായി എന്നെ തേടി എത്തിയപ്പോഴാണ് ശരവൺ മഹേശ്വർ വീണ്ടും എൻ്റെ ചിന്തയിൽ വന്നത്. പുസ്തകത്തെ പറ്റിയുള്ള അഭിപ്രായം എഴുതി അയക്കാൻ സ്റ്റാമ്പ് ഒട്ടിച്ച കവറും അദ്ദേഹം അടക്കം ചെയ്തിരുന്നു. പല ബന്ധപ്പാടുകളുടെയും ഇടയ്ക്ക് ആ കൃത്യം നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ആഴ്ചകൾക്ക് ശേഷം യാദൃച്ഛികമായി തമ്മാനടുത്ത് വെച്ച് കണ്ടപ്പോൾ നിറഞ്ഞ ചിരിയും തുറന്ന സംസാരവുമായി ആ ചെറുപ്പക്കാരൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശരവൺ മഹേശ്വർ ഒരു കുസൃതിക്കാറ്റിൻ്റെ തിടുക്കത്തിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ എൻ്റെ ഓഫീസ് മുറിയിലെത്തി. അതേ തുറന്ന ചിരി, അതേ തുറന്ന സംസാരം. പല മികച്ച സാഹിത്യകാരന്മാരുടെയും വീട്ടിൽ തൻ്റെ കൃതികളുമായി എത്തി എപ്പോഴുണ്ടായ തിക്താനുഭവങ്ങൾ ശരവൺ മഹേശ്വർ ദുഃഖത്തോടെ വിശദീകരിച്ചു. പുച്ഛത്തോടും ധാർഷ്ട്യത്തോടും സംസാരിച്ചവർ, വീടിൻ്റെ മുറ്റത്ത് നിർത്തി തന്നെ സംസാരിച്ചവർ, മലയാള ഭാഷ പഠിച്ചിട്ട് ചെല്ലാൻ ആജ്ഞാപിച്ചവർ. സത്യം പറയട്ടെ, ആ വിവരണം കേട്ടിരുന്നപ്പോൾ എനിക്ക് ലജ്ജയും സങ്കടവും രോക്ഷവും ഒക്കെ തോന്നി. അവഗണനയുടെയും പുച്ഛത്തിൻ്റെയും എല്ലാം എത്ര കടമ്പകൾ കടന്നാലാണ് ഒരാൾക്ക് എഴുത്തുകാരനെന്ന മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. എഴുതി തുടങ്ങുമ്പോഴേ ആരും വിശ്വസാഹിത്യകാരന്മാരായി മാറുന്നില്ല. അല്പം ജന്മവാസന, അതിലേറെ പരിശ്രമശീലം, അതിനുമേറെ ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത്, ഇതെല്ലാം ഉണ്ടെങ്കിൽ
സാഹിത്യോപാസന ഒരു തപസ്യയായി തന്നെ എടുക്കാൻ കഴിയുമെങ്കിൽ ഒരാൾക്ക് മേൽപ്പെട്ട ഒരു എഴുത്തുകാരനാവാം. എപ്പോഴും അയാൾ ഓർക്കുന്നത് നന്ന്. ലോക സാഹിത്യത്തിൻ്റെ അനേകം ദശാബ്ദങ്ങളിലായി വളർന്ന് പന്തലിച്ച് കിടക്കുന്ന വിശ്വസാഹിത്യത്തിൻ്റെ ഒരു മൂലയ്ക്ക് അല്പം സ്ഥലം മാത്രം കരസ്ഥമാക്കിയിട്ടുള്ളതാണ് മലയാള സാഹിത്യമെന്നും ആ മലയാള സാഹിത്യത്തിൽ തന്നെ തനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥാനം താരതമ്യേന തീരെ നിസ്സാരമായതാണെന്നും ഉള്ള വസ്തുതകൾ. ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ സാഹിത്യത്തിൻ്റെ പരിഗണനയിൽ അവയും ഓർത്തിരിക്കേണ്ട വസ്തുതകളാണ് ഇവ എന്നതുകൊണ്ടാണ് ഒന്നോ രണ്ടോ കഥകൾ എഴുതി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കവിതകൾ കവിയരങ്ങുകളിൽ ആവർത്തിച്ച് ചൊല്ലി നടന്ന് സുഹൃത്തുക്കളായ നിരൂപകരുടെ ഔദാര്യം കൊണ്ട് പ്രഗത്ഭ സാഹിത്യകാരന്മാരായി മാറുന്നവർ ഇന്ന് തീരെ കുറവല്ല. അങ്ങനെയുള്ള പരസ്പര സഹകരണ സംഘങ്ങളിലൊന്നും അംഗമല്ല ശരവൺ മഹേശ്വർ. ഇത്തരം സംഘങ്ങളിൽ അംഗമാവാതെ വലിയ സാഹിത്യകാരന്മാർക്ക് പോലും രക്ഷയില്ലെന്ന സാഹചര്യമാണ് ഇന്ന് മലയാള സാഹിത്യത്തിലുള്ളതെന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഒറ്റയ്ക്കിറങ്ങി തിരിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ചങ്കൂറ്റവും സ്ഥിരോത്സാഹവും നമ്മളിൽ മതിപ്പുളവാക്കുക. 48 ഉദയവും 47 അസ്തമയവും ഞാൻ സശ്രദ്ധം വായിച്ചു. ശരവൺ മഹേശ്വർ തൻ്റെ ആമുഖത്തിൽ പറയുന്നു, എൻ്റെ 5ാമത്തെ സൃഷ്ടിയാണിത്, എന്നാൽ നോവൽ രചനയിൽ ആദ്യത്തേതും. ഭൗതികമായ സുഖങ്ങളെല്ലാം ത്യജിച്ചിട്ട് സത്യാന്വേഷിയായി ലോകത്തിലേക്ക് അഥവാ ഈ മണ്ണിലേക്ക് ഇറങ്ങിത്തിരിച്ച ധർമ്മൻ എന്ന ചെറുപ്പക്കാരൻ താൻ പരിചയപ്പെട്ടവരും തന്നെ വന്ന് പരിചയപ്പെടുന്നവരുമായ പലതരത്തിലുള്ള 27 കൂടുതൽ ആളുകളുടെ അനുഭവങ്ങൾ അഥവാ ജീവിതങ്ങൾ മനസ്സിലാക്കുന്ന ധർമ്മൻ താൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന സത്യമെന്ന യാഥാർത്ഥ്യത്തെ കാണാൻ കഴിയാതൊടുവിൽ മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഈ നോവലെന്ന എൻ്റെ സൃഷ്ടി അവസാനിക്കുന്നു. വളരെ ഭംഗിയായി തന്നെ ശരവൺ മഹേശ്വർ തൻ്റെ നോവലിൻ്റെ കഥ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ഇവിടെ സത്യത്തിൽ വളരെ സാധ്യതകളുള്ള ഒരു ഇതിവൃത്തമാണിത്. അത് എவ்விധം നോവലിസ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്താണ് നമുക്ക് നോക്കേണ്ടത്. ഈ അന്വേഷണം ശരവൺ മഹേശ്വറിൻ്റെ ശക്തിയും ദൗർബല്യവും ഒന്നുപോലെ അനാവരണം ചെയ്യാതിരിക്കില്ല. 10-30 അധ്യായങ്ങൾ. അവയിൽ ഒരാൾ, അവരിൽ മുഖ്യൻ എന്ന് തന്നെ പറയട്ടെ, ഭൗതിക സുഖങ്ങൾ എല്ലാം ത്യജിച്ച് സത്യാന്വേഷിയായി മാറുക. ഇത്രയുമായാൽ തന്നെ മികച്ച ഒരു നോവലിനാവശ്യമായ അസംസ്കൃത വസ്തുവായി. കഥാനായകനായ ധർമ്മൻ കണ്ടുമുട്ടുന്നവർ പലരാണ്, വിഭിന്ന പ്രകൃതികളാണ്. സമ്പൽ സമൃദ്ധിയുടെ പയട്ടും മോടിയുമായി ജീവിതം ആരംഭിച്ച മോഹനൻ ഒട്ടേറെ യുവതികളെ വഴിയാധാരമാക്കിയവനാണ്. ഒടുവിൽ മാരകമായ ഉഷ്ണപുണ്യന് വിധേയമായി നരയിക്കുന്നവനാണ്. എല്ലാവരാലും അവഗണിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായ രാജൻ ഒടുവിൽ സൈക്കിൾ കട നടത്തി നിത്യവൃത്തി നേടാൻ കഷ്ടപ്പെടുന്നവനാണ്. ഒരു തെരുവ് പട്ടിയെ എന്ന പോലെ ആളുകൾ ഓടിച്ചു കല്ലെറിയുന്ന പാണം മുകുന്ദൻ ക്രൂരമായ വഞ്ചനയ്ക്ക് വിധേയനായി ഭ്രാന്തനായവനാണ്. പണവും പ്രശസ്തിയും പഠിപ്പും എല്ലാം ഉണ്ടെങ്കിലും ഒന്നുറക്കെ ചിരിക്കാൻ കഴിയാത്തതിൽ ദുഃഖിക്കുന്ന IAS കാരനായ ബാണസുന്ദരം അടിസ്ഥാനപരമായി നല്ലവനാണ്. വിചിത്ര സ്വഭാവങ്ങളുള്ള ഭക്ഷണപ്രിയനായ ഭാഗ്യശീലനും ധർമ്മൻ പരിചയപ്പെടുന്നത് തന്നെ മോഹൻ പറഞ്ഞിട്ടാണ്. കഞ്ചാവ് മനോജ്, ജീവി എന്ന ചിമ്പൻസി, വിഷ്ണുദേവൻ, ചിരഞ്ജീവികളും ഭൈമി ആൻറ്റിയും 10ഓളം കൊലപാതകങ്ങൾ നടത്തി പിണക്കാരനായ കറക്കൻ രാമു തുടങ്ങി ധർമ്മൻ പരിചയപ്പെടുന്ന കഥാപാത്രങ്ങൾ ഒട്ടേറെയുണ്ട്. ഒരു സഞ്ചിയും തോളിലിട്ട് ഓരോ രാത്രിയിലും ഓരോ കഥാപാത്രത്തെ കണ്ട് സംസാരിച്ച് മടങ്ങുന്ന ആളാണ് കഥാനായകനായ ധർമ്മൻ. ചായക്കടക്കാരൻ മമ്മൂഞ്ഞായാലും കരടി കുട്ടൻപിള്ളയായാലും ഭ്രാന്തൻ കൊച്ചാപ്പിയായാലും ധർമ്മൻ അവരെല്ലാം നൽകുന്നത് ഒന്ന് തന്നെ, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച. സ്വാമി ഗരുഡാനന്ദനും ഫാദർ മാത്യൂസും ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങൾ തന്നെയാണ് ധർമ്മന് കാണിച്ചു കൊടുക്കുന്നത്. മോഹനൻ്റെ പതനവും സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പരിതാപകരമായ അവസ്ഥയും
പാണൻ മുകുന്ദൻ്റെ ദുർവിധിയും എല്ലാം ധർമ്മനെ ചിന്തിപ്പിക്കുന്നു, ആശങ്കാകുലനാക്കുന്നു. അയാൾ ധാർമ്മിക രോഷത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്നു. ലോകം ദുഃഖമയമാണെന്നും എല്ലാവരും സ്വാർത്ഥമതികൾ മാത്രമാണെന്നും ജീവിതത്തിലെ പല ബന്ധങ്ങളും തികച്ചും അർത്ഥശൂന്യമാണെന്നും എല്ലാം മനസ്സിലാക്കുന്നു ധർമ്മൻ. ഉള്ളടക്കത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് ശില്പപരമായി ശിഥിലങ്ങളായ ചിത്രങ്ങളെ കോർത്തിട്ടിരിക്കുന്ന പ്രതീതിയാണ് 48 ഉദയവും 47 അസ്തമയവും നമ്മിൽ ജനിപ്പിക്കുക. എല്ലാറ്റിനെയും ബന്ധിപ്പിച്ച് നിർത്തുന്ന കണ്ണി ധർമ്മനാണ്. അയാളാണ് എല്ലാ അധ്യായങ്ങളിലും. ഓരോ അധ്യായവും ഓരോ വ്യക്തിയുടെ കഥയാണെന്ന് പറയാം. പ്രത്യക്ഷപ്പെടുന്ന ആൾ ഇത്തരത്തിലും ഒരു നോവലായിക്കൂടെ എന്ന് ചോദിച്ചാൽ ആവാം എന്നേ മറുപടി പറയാവൂ. പക്ഷേ ഒന്നുണ്ട്, നോവലിൻ്റെ കരുത്തിനെ ഈ ശൈഥില്യഭാവം ഏറെ രോഷം ചെയ്യുന്നുണ്ട് എന്ന അഭിപ്രായമാണ് ഈ ലേഖകനുള്ളത്. ധർമ്മൻ്റെ ജീവിതത്തിലേക്ക് യാദൃച്ഛികമായോ സ്വാഭാവികമായോ കടന്നു വന്നവരല്ല ഇവരിൽ പലരും. ധർമ്മൻ അവരെ തേടിയെത്തുകയാണ്. ലോകം ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അയാൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നതും ഇത്തരം സന്ദർശനങ്ങളിലൂടെയാണ്. ധർമ്മൻ തേടുന്ന ഉൾക്കാഴ്ച വായനക്കാരൻ്റെ കൊടി ആവുന്നിടത്താണ് നോവൽ സഫലമാകുന്നത്. നോവലിസ്റ്റിൻ്റെ കൃത്യം ഫലപ്രദമാക്കുന്നതും ധർമ്മൻ തന്നെ സ്വന്തം അനുഭവങ്ങൾ പറയുന്ന രചനാരീതി സ്വീകരിച്ചതുകൊണ്ട് ധർമ്മൻ്റെ ധർമ്മസങ്കടങ്ങൾ വേണ്ടവിധം ആഴത്തിൽ ചിത്രീകരിക്കാൻ നോവലിസ്റ്റിന് കഴിയാതെ പോയിട്ടില്ലേ എന്ന സന്ദേഹം ഉണ്ട് താനും. അവതാരിക വിമർശനമോ പഠനമോ അല്ല, ഉള്ളിൽ തോന്നിയ അഭിപ്രായം തുറന്നെഴുതണമെന്ന് എൻ്റെ യുവ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് ഇത്രയും സൂചിപ്പിച്ചു എന്നേയുള്ളൂ. കുറേക്കൂടി അവധാനതയും ശ്രദ്ധയും കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ രൂപത്തിൽ ബഹുജനപക്ഷം അവതരിപ്പിക്കുന്നതിന് പകരം കുറേ കൂടി ചെത്തിമിനുക്കിയിട്ടാവാമായിരുന്നു എന്ന ധ്വനി. ഈ നോവൽ ഇപ്പോഴത്തേക്കാൾ പിരിമുറുക്കമുള്ളതും ഹൃദയ ക്ഷമതയും ആയിത്തീർന്നേന്. ശരവൺ മഹേശ്വർ ചെറുപ്പക്കാരനാണ്, ഊർജ്ജസ്വലനാണ്, പരിശ്രമശാലിയാണ്. തനിക്ക് പിന്നിടേണ്ട ദൂരം വളരെ കൂടുതലാണ്. മറ്റാരെക്കാളും അദ്ദേഹത്തിന് ബോധ്യവുമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ അർത്ഥവത്തും ഫലപ്രദവും മൂല്യമുറ്റതുമായ സംഭാവനകൾ മലയാള സാഹിത്യത്തിന് ചെയ്യാൻ എൻ്റെ പ്രിയ സുഹൃത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ച് ഞാൻ പിന്മാറട്ടെ. പ്രദീപ്തി, പാങ്ങോട്, തിരുവനന്തപുരം. 1987 ജൂലൈ 4 അദ്ദേഹം എഴുതിത്തന്ന അർത്ഥവത്തും വളരെ വിശദാംശങ്ങളും അടങ്ങിയ ഒരു അവതാരികയാണ്. അതിനുശേഷം ഇതിൽ ചേർക്കുന്നത് പ്രശസ്ത സാഹിത്യകാരി സാറാ തോമസ് എഴുതിയ കുറിപ്പാണ്. അതും നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സാറാ തോമസ് 27 അധ്യായങ്ങളിലായി വിശാലമായി പരന്നു കിടക്കുകയാണ് ശ്രീ ശരവൺ മഹേശ്വരൻ്റെ 48 ഉദയവും 47 അസ്തമയവും എന്ന നോവൽ. അച്ഛനമ്മമാർ അകാലത്തിൽ നഷ്ടപ്പെടുകയും സ്വത്തിനു വേണ്ടി മാത്രം താല്പര്യം പ്രകടിപ്പിച്ച ബന്ധുക്കളുടെ സാമീപ്യം വെറുക്കുകയും ചെയ്ത കഥാനായകനായ ഞാൻ അവസര സേവകർ എന്ന് തെളിഞ്ഞു കഴിഞ്ഞ ബന്ധുക്കൾക്ക് സ്വത്തെല്ലാം ദാനം ചെയ്തിട്ട് ജീവിതത്തിൻ്റെ അർത്ഥം തേടി യാത്രയാകുകയാണ്. ഈ യാത്രയിൽ ഭൂതകാലത്തിൽ അയാളുടെ ജീവിതത്തെ സ്വാധീനിച്ച ചില വ്യക്തികളെ ചെന്ന് കാണുകയും അതുപോലെ തന്നെ ആദ്യമായി കണ്ടുമുട്ടിയ പ്രത്യേകമായ വ്യക്തിത്വം വച്ചു പുലർത്തുന്ന ചിലരുമായി അടുത്ത സമ്പർക്കം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യക്തികളുമായി ബന്ധപ്പെടുകയാണ്. തികച്ചും വ്യത്യസ്തരായ മനുഷ്യജീവികൾ. ജീവിത സുഖം നേടാനുള്ള പരക്കം പാച്ചിലിൽ നല്ല പ്രായത്തിൽ തന്നെ സർവവും നഷ്ടപ്പെട്ടവർ, എല്ലാ സുഖസൗകര്യങ്ങളും മറന്ന് എല്ലാ സുഖസൗകര്യങ്ങളുടെ മധ്യത്തിലും മനസ്സും ശരീരവും
നീറിപ്പുകയുന്നവർ, വിധി ക്രൂരമായി കൈകാര്യം ചെയ്തവർ, എല്ലാവരും തൻ്റെ ജീവിതത്തിലെ മോഹ വലയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ, മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടവർ, ഒരിടത്തും ആത്മശാന്തിയുടെ ശീതളിമ കാണാൻ കഴിയാതെ ജീവിതം വെറും മിഥ്യ മാത്രമാണെന്ന നിഗമനത്തിൽ കഥാനായകൻ എത്തിച്ചേരുകയാണ്. ഈ ഇതിവൃത്തം നോവലാക്കാൻ ഇത്രയും നീട്ടി പറയേണ്ടതുണ്ടോ? നോവലിൻ്റെ ഘടന ഇതിവൃത്തത്തിന് യോജിച്ചതാണോ? നോവലിസ്റ്റിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. അതുകൊണ്ട് തന്നെ വിമർശന ദൃഷ്ടിയോടെ വിലയിരുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ശ്രീ ശരവൺ മഹേശ്വർ ചെറുപ്പമാണ്. എഴുതി തെളിയാൻ ധാരാളം സമയമുണ്ട്. തൂലികയിൽ ഒളിഞ്ഞിരിക്കുന്ന മാന്ത്രിക ശക്തിയെക്കുറിച്ച് നേരത്തെ ആർക്കും പ്രവചിക്കുക സാധ്യമല്ലല്ലോ. ഈ യുവ കഥാകൃത്തിന് മംഗളം ആശംസിച്ചുകൊണ്ട് സാറാ തോമസ്, 12/8/1987. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡും മറ്റ് നിരവധി അവാർഡുകളിൽ ലഭിച്ച ശ്രീ സി രാധാകൃഷ്ണൻ എഴുതിയത് ഇങ്ങനെയാണ്: പ്രിയ സുഹൃത്തെ, ഈ കൃതി ഇനിയും പാരായണക്ഷമമായില്ല എന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. കഷ്ണങ്ങളേ ആയുള്ളൂ, കറിയായില്ല. ഇതിനേക്കാൾ ചീത്ത അവസ്ഥയിൽ പുസ്തകങ്ങൾ മലയാളത്തിൽ അച്ചടിച്ചു വരുന്നില്ലേ എന്നാണെങ്കിൽ ഉണ്ട്. പക്ഷേ അത് ഒരു ഒഴിവായി കണക്കാക്കിക്കൂടല്ലോ, അഴിച്ചു പണിയൂ. നന്മ നേരുന്നു. 30/6/1989, കൊച്ചി. ഇത്രയും പേരുടെ അവതാരികകളും ആമുഖങ്ങളും നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ഇനി ഈ നോവലിനെ കുറിച്ച് ഞാൻ ഒരു 2-2.5 പേജിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നോവലിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും, അതേക്കുറിച്ച് ഞാനിത് വായിച്ച് കേൾപ്പിക്കുന്നില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ശ്രീ ജനാർദ്ദൻ പിള്ള എന്ന അറിയപ്പെടുന്ന വ്യക്തിത്വം എൻ്റെ ഈ സൃഷ്ടി വായിച്ചിട്ട് ഒരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നു. ഇതെൻ്റെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്ന് വേണം പറയാൻ. അത് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. ഇംഗ്ലീഷിലുള്ളതാണ്. Dear Sri Sharon Maheshwar, I got an inordinately belated opportunity to read your 5th creation, 48 sunrises and 47 sunsets, containing